ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് വചനം വായിച്ച് നോക്കിയാലോ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ഇത് 1 പത്രോസ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം തിരുവചനമാണ്. എന്താ നമുക്ക് നോക്കിയാലോ. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. പാപസാഹചര്യങ്ങളെ തിരിച്ചറിയാനും അവയിൽ നിന്ന് ഓടിയകലുവാനും സാധിക്കുന്നത് വഴി മാത്രമേ ശുദ്ധത പാലിക്കുവാൻ സാധിക്കൂ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക. ഒരു യുദ്ധം ജയിക്കുവാൻ ശത്രുവിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നാൽ മാത്രമേ സാധിക്കൂ. ഒരു ചെറിയ ശ്രദ്ധക്കുറവ് പാപത്തിലേക്ക് നയിച്ചേക്കാം. ഒരു ചെറിയ പാപം ഒരു മാരക പാപത്തിലേക്കും. ഏറ്റവും ചെറിയ ഒരു പാപ സാഹചര്യത്തിൽ നിന്ന് പോലും ഒഴിഞ്ഞുമാറുക. പാപത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഏതൊരു കൗതുകത്തിനും അടിമപ്പെടാതിരിക്കുക. അതുപോലെ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്